ഇനി നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇതിനെ കുറിച്ചാണ് കേട്ടോ. ഇപ്പൊ ഒരു നഴ്സ് എക്സ്ട്രാ ഡ്യൂട്ടി ഒന്നും എടുക്കണില്ല, സാധാരണ ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ടുള്ള ആ ഡ്യൂട്ടി മാത്രം എടുത്തിട്ട് ഏകദേശം ഒരു നഴ്സിന് എത്ര സാലറി കിട്ടും ഏകദേശം? ഇപ്പൊ നമ്മളുള്ളത് ഇപ്പൊ ബ്രേമനിലാണ്. ഇവിടെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വന്ന സമയത്ത് ഞാൻ നിന്നത് ജർമ്മനിയുടെ റേസിസുള്ള ഒരു ഭാഗത്തായിരുന്നു. അവരിപ്പോ ഞാൻ മെഡിസിൻ കൊടുത്തപ്പോൾ കുറെ പേർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്റെ കയ്യിൽ നിന്ന് മെഡിസിൻ കഴിക്കാനായിട്ട്. പക്ഷെ ആ ഒരു ഏരിയ അങ്ങനെ ഒരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരിവിടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് സാന്ദ്രയൊക്കെ വന്ന പോലെ BSc നഴ്സിംഗ് കഴിഞ്ഞ് വരുന്നവരുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരേ ഡ്യൂട്ടീസും അതുപോലെ തന്നെ ഒരേ സാലറി ഒക്കെയാണ്. അല്ല BSc നിങ്ങൾ കഴിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മുൻഗണനയോ അങ്ങനെ എന്തെങ്കിലും? ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നഴ്സിൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് സാന്ദ്രയാണ്. സാന്ദ്ര ഇവിടെ ബ്രിമണിൽ 4 വർഷമായിട്ട് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്കിന്ന് സാന്ദ്രയുടെ അടുത്ത് ഒരു നഴ്സിൻ്റെ ഡ്യൂട്ടീസും അതുപോലെ നഴ്സുമാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ജർമ്മനിയിലോട്ട് നഴ്സായി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് സാന്ദ്രനെ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് സാന്ദ്രയുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ സാന്ദ്ര നാട്ടിലല്ല BSc നഴ്സിംഗ് പഠിച്ചത്, അത് കഴിഞ്ഞിട്ട് B2 പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ നാട്ടിൽ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ A1 A2 B1 ഞാൻ കൊച്ചിയിലും B2 ഞാൻ ട്രിവാൻഡ്രത്തും പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഏജൻസി വഴിയാണോ വന്നത്? അല്ല, എൻ്റെ മമ്മിയുടെ ആങ്ങളെ ഇവിടെ സ്വിറ്റ്സർലൻഡിലുണ്ട്. അപ്പൊ പുള്ളിക്കാരനാണ് എൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്തത്. അങ്ങനെ വന്നു. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം രജിസ്റ്റേർഡ് നഴ്സ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സാമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ, ഇല്ല സ്ട്രെയിറ്റ് ആയിട്ട് RN ആയിട്ട് കയറാൻ പറ്റിയോ? ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ എക്സാം ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ വരുന്ന നഴ്സസിന് ഇവിടെ വന്നിട്ട് ഒന്നില്ലെങ്കിൽ 2 എക്സാം എഴുതണം. ഒന്നില്ലെങ്കിൽ പ്രാക്ടിക്കും ചെയ്തിട്ട് അതിന്റെ എക്സാം എഴുതണം, അല്ലെങ്കിൽ കെറ്റ്നസി പ്രൂഫിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 2 ഓപ്ഷനാണ് ഉള്ളത് ഇപ്പൊ. അതായത് ഇപ്പൊ 2020 തൊട്ടിട്ടാണ് ഈ റൂൾസ് വന്നു തുടങ്ങിയത്. അപ്പൊ ഈ കെറ്റ്നസി പ്രൂഫിംഗ് ചെയ്യുന്നത് ഇത് വരുന്ന ഹോസ്പിറ്റൽ അനുസരിച്ചിരിക്കും. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ആ വരുന്ന ഹോസ്പിറ്റൽ ഏതാണോ പറയണത് അത് അനുസരിച്ചിട്ടായിരിക്കും ചെയ്യാം. പ്രാക്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ 6 മാസം, നമ്മൾ നാട്ടിൽ നഴ്സിംഗ് പഠിച്ചവർക്ക് അറിയാം, നമ്മൾ 6 മാസം ഇവിടെ നമ്മൾ കെയർ പ്ലാൻ കേസ്റ്റ് അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പൊ നഴ്സസിന് അറിയാതെ. അപ്പൊ അങ്ങനെ തന്നെയുള്ള ഒരു സെയിം ഒരു പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. അവസാനം ഒരു എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ എക്സാം ഒരു വട്ടമാണോ ചാൻസ് ഉള്ളോ? അല്ല, അങ്ങനെയല്ല. കെറ്റ്നസി പ്രൂഫിംഗ് ആണെങ്കിൽ 3 പ്രാവശ്യമാണ് ചാൻസ് ഉള്ളത്. പ്രാക്ടിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ എഴുതാത്തോണ്ട് എനിക്ക് അത്ര ഉറപ്പില്ല. പക്ഷെ ഈ പ്രാക്ടിക്കും ഒരുവിധം എല്ലാവരും പാസ്സാവും. നമ്മുടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ നമ്മളെ അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യും, ട്രെയിൻ ചെയ്യിക്കും. നമുക്ക് കോഴ്സ് പോലെ ഉണ്ട്. അപ്പൊ എന്തായാലും പാസ്സാവും. അഥവാ പാസ്സായില്ലെങ്കിൽ നമുക്ക് നാട്ടിൽ തിരിച്ചു പോകേണ്ടവരോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കെയർ അല്ല നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവർക്കായാലും ഇപ്പൊ പാസ്സായില്ല, നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ പോലും ഇവർക്ക് ഫാമിലിനെയൊക്കെ കൊണ്ടുവരാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുവരെ അങ്ങനെ എക്സാം തോറ്റുപോയ 3 പ്രാവശ്യം എഴുതിയിട്ട് അങ്ങനെ തോറ്റുപോയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാനിതെന്താന്ന് ചോദിച്ച കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ പാസ്സായില്ലെങ്കിൽ എന്താണ് നമുക്ക് ഇങ്ങനെ കിട്ടുമോ ഇവിടെ എന്ന്. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇപ്പോ UK ഞാൻ കേട്ടിട്ടുണ്ട് ബാൻഡ് സിസ്റ്റം ഉണ്ടെന്ന് നഴ്സുമാർക്ക്, ബാൻഡ് 5 ബാൻഡ് 6 എന്നൊക്കെ. അപ്പൊ ഇവിടെയും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? ബാൻഡ് 5 അതുപോലെ എന്തെങ്കിലും? ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഇവിടെ ഫ്ലേഗഷ് ടൂഫ് എന്നാ പറയാ. നമ്മള് ഇവിടെ വന്ന് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മുടെ ഫ്ലേഗഷ് ടൂഫ് കയറും. അതുപോലെ അതനുസരിച്ച് നമ്മുടെ സാലറിയും ഇൻക്രീസ് ആവും. പക്ഷെ ഇവിടെ നഴ്സസ് നോർമൽ വാർഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഫ്ലേഗഷ് ടൂഫ് ആയിരിക്കും. അതുപോലെ ഇന്റൻസീവ് സെക്ഷൻ ICUലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേറെ ഫ്ലേഗഷ് ടൂഫ് ആയിരിക്കും. അതനുസരിച്ച് നമ്മുടെ സാലറികളിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇപ്പോ ഫസ്റ്റ് നമ്മളിപ്പോ ഇവിടെ വന്നതിന് ശേഷം RN ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാള് ഏത് സ്റ്റൂഫയിലായിരിക്കും? ഫ്ലേഗഷ് ടൂഫ് XY 2 ആയിരിക്കും. 2 അങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യണം? ഓക്കെ. അതിനുശേഷം നമ്മുടെ എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ ഏത് ഇതിലാണ് വർക്ക് അനുസരിച്ചും നമ്മുടെ മാറും. അതേപോലെ സാലറി മാറും. ഇപ്പൊ സാന്ദ്ര വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിലാണോ അല്ല ഓൾഡ് ഏജ് ഹോമിലാണോ? ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോമിലാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ഇവിടെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഹോസ്പിറ്റലിലായാലും ഇപ്പൊ ഓൾഡ് ഏജ് ഹോമിലായാലും ഡ്യൂട്ടീസ് ഒക്കെ സെയിം ആണോ അല്ല എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടോ നഴ്സുമാർക്ക്? വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മള് ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരായിരിക്കും. പിന്നെ ഓൾഡ് ഏജ് ഹോമിലാവുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് കൂടുതലുണ്ട്. കാരണം അവരവരുടെ വീട്ടിൽ താമസിക്കുന്ന പോലെയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. നമ്മൾ ചിലപ്പോ
കാപ്പി കൊടുക്കേണ്ടി വരും. അതുപോലെ നമ്മൾ ഒരു നേഴ്സ് തന്നെ ചെയ്യേണ്ടി വരും. നമുക്ക് അസിസ്റ്റൻസ് ഉണ്ടാവും. എന്നാലും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അസിസ്റ്റന്റ് അവിടെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ വരുന്ന വരെ നമ്മളാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ. അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മളിപ്പോ ഇവിടെ നമുക്കറിയാം 112 വിളിച്ച് നമ്മള് മറ്റേ ക്രാങ്കൻ വാഗൻ ഇങ്ങോട്ട് വരികയാണ് ചെയ്യാം. അപ്പൊ അത് വരെയുള്ള സമയം നമ്മുടെ കയ്യിലാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിളിച്ചാൽ നിമിഷം തന്നെ ഡോക്ടർ വരും. അങ്ങനെ ഒരു മെയിൻ ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മള് ഓൾഡ് ഏജ് ഹോമിലാകുമ്പോൾ നമ്മൾ കൂടുതലും കെയർ ആണ് കൊടുക്കുക പേഷ്യന്റിന്. എല്ലാ ബേസിക് കെയർസ് ആണ് കൊടുക്കുക. ഹോസ്പിറ്റലിലാവുമ്പോ നമ്മള് അപ്പൊ ഈ ബേസിക് കെയർ ആയാലും ഇപ്പൊ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മളും ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് കൂടുതലും ഇവിടെയും നമ്മൾ മെഡിസിനും അതുപോലെ വൂണ്ടിന്റെ കെയറും ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ ബേസിക് കെയർ ആണ് കൂടുതൽ നോക്കുക. അപ്പൊ ഈ ഓൾഡ് ഏജ് ഹോമിലും ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സാലറി എന്തെങ്കിലും അപ്പൊ വ്യത്യാസം നമുക്ക് ബേസിക് സാലറി കൂടുതൽ ഓൾഡ് ഏജ് ഹോമിലും ഹോസ്പിറ്റലിൽ കുറവാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ ഒരുപാട് സൂഷ്ലാഗ എന്ന് പറയും. ഇപ്പൊ നമ്മള് ഒരു ദിവസം എക്സ്ട്രാ വർക്ക് ചെയ്താൽ കൂടുതൽ സാലറി, അങ്ങനെ എല്ലാം കൂട്ടി ടോട്ടൽ സാലറി കൂടുതൽ ഹോസ്പിറ്റലിലായിരിക്കും. പക്ഷെ നമുക്ക് കിട്ടുന്ന ബേസിക് സാലറി കൂടുതൽ ഓൾഡ് ഏജ് ഹോമിലായിരിക്കും. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയി. അപ്പൊ സാന്ദ്രയ്ക്ക് ഇപ്പൊ ഇവിടെ ഡ്യൂട്ടി എങ്ങനെയാ? വീക്കിലി എത്ര അവർ വർക്ക് ചെയ്യണം? ഞാൻ വീക്കിലി 40 മണിക്കൂറാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 30 മണിക്കൂർ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ബേസിക്കലി ഇവിടെ ജർമ്മനിയിൽ 40 മണിക്കൂറാണ്. ഹോസ്പിറ്റലാണെങ്കിൽ 38 മണിക്കൂർ അങ്ങനെയാണ്. ഞാൻ 40 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അതിപ്പോ എങ്ങനെയാ തിങ്കൾ തൊട്ട് വെള്ളി വരെ അങ്ങനെ ഇല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കാം, സംശയം ഡൗട്ട് ആൾക്കാർ ചോദിക്കണതാണ്. അങ്ങനെയാണോ ഇല്ല? നമുക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഓൾഡ് ഏജ് ഹോമിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ 2 വീക്കെൻഡ് ലീവ് തരും. അത് സൺഡേയും സാറ്റർഡേ ഒരുമിച്ചായിരിക്കും ലീവ് കിട്ടുക. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വുൻഷ് ഫ്രൈ എന്ന് പറയും. നമുക്ക് പിന്നോസ് ലീവ് വേണം, അങ്ങനെ നമ്മൾ എഴുതി കൊടുത്താൽ നമുക്ക് ലീവ് തരും ചെയ്യും. ഇനിയിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിൽ അത് ആ ഹോസ്പിറ്റലിന്റെ പോളിസി അനുസരിച്ചിരിക്കും. ചിലവർക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചിലവർക്ക് സാറ്റർഡേ ലീവ് ആയിരിക്കും, പക്ഷെ സൺഡേ ഡ്യൂട്ടി ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മുടെ വർക്ക് അവർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ? ഞാൻ ചില ദിവസങ്ങളിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും കൂടുതൽ. അപ്പൊ നമ്മളത് അവിടെ എഴുതി കൊടുക്കും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ UK നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എക്സ്ട്രാ ഇപ്പൊ ബാങ്ക് ഡ്യൂട്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ബാങ്ക് ഡ്യൂട്ടി? അതായത് ഇപ്പൊ ഒരു ലീവ് ഉള്ള ദിവസം, പബ്ലിക് ആയിട്ട് ഹോളിഡേ ഉള്ള ദിവസം നമുക്ക് പോയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടും. ഇവിടെ എനിക്ക് തോന്നുന്നു ഈവനിങ് ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ 20 നമ്മുടെ ഇവിടുത്തെ 8 മണി രാത്രി 8 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ നൈറ്റിന്റെ സൂഷ്ലാഗ് കൂടും. ഇവിടെ നൈറ്റ് എടുക്കുന്നവർക്ക് സാലറി കൂടുതൽ കിട്ടും. അത് ഇവിടെ 8 മണി തൊട്ട് രാത്രി 8 മണി തൊട്ട് ഇവിടെ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാലറിയിൽ ഇത്ര പെർസെന്റേജ് വീതം കൂടുതൽ കിട്ടും. അപ്പൊ നമുക്കിപ്പോ മൊത്തം സാലറിയിലായിരിക്കും അത് കാണിക്കാം. അപ്പൊ ടാക്സ് അടയ്ക്കേണ്ട. ടാക്സ് ഇല്ലാതെ അല്ല, ടാക്സ് ഇല്ലാതെ ഈ ഫയർ ടാഗ് കിട്ടും. അതായത് നമ്മൾ ഈ ഹോളിഡേ വർക്ക് ചെയ്യുന്ന ടാക്സ് ഇല്ലാണ്ട് കിട്ടും. പക്ഷെ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതൊക്കെ ടാക്സ് ആയിട്ട് പോകും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടാക്സ് ക്ലാസ് 1 ആണെങ്കിൽ ഇവിടെ നമുക്കറിയാം സാലറി വളരെ കട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ ടാക്സ് ക്ലാസ് 1 ആയ സമയത്ത് ഞാൻ അതെല്ലാം ഫ്രീ ആയിട്ട് ചോദിക്കാറ്. എനിക്ക് ഫ്രീ ഡേയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം. അപ്പൊ ഞാൻ എടുക്കുമ്പോൾ വെക്കേഷന് തൊട്ട് മുമ്പ് എടുക്കും. അപ്പൊ ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ശരി, ഓക്കെ. ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ സ്റ്റാഫിന് ഷോർട്ടേജ് ആണെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളതിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കോ, നിങ്ങൾ ഡ്യൂട്ടി ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ഡേ ആണെങ്കിൽ വന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ഡ്യൂട്ടി ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഇവർ പറയോ? അങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിക്കില്ല. പക്ഷെ ഇവരോട് നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മള് ഇന്ത്യൻസിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മളോട് ഒരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നോ പറയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ഒരുപാട് ഡ്യൂട്ടി അങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവർ ഫോഴ്സ് ചെയ്യിപ്പിക്കില്ല. പക്ഷെ ഇവർ നമ്മളോട് ചോദിക്കും എടുക്കാൻ പറ്റുമോ. കാരണം ഇവർക്ക് ഇവിടെ ഒരുപാട് ഫേവറിസംസ് ഉണ്ട്. അതായത് ഇപ്പൊ കുട്ടികളുള്ളവർക്ക് മുൻഗണനയുണ്ട്. അതുപോലെ ഇപ്പൊ വയസ്സായ ആരെങ്കിലും പാരന്റ്സ് വീട്ടിലുണ്ട്. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ടാണ് ഡ്യൂട്ടി. പിന്നെ എനിക്കിപ്പോ ഇതുവരെ കുട്ടികളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചോദ്യം ആദ്യം വരും. സാന്ദ്ര ഇതിന് മുന്നേ നാട്ടിൽ വർക്ക് ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് നേരെ ലാംഗ്വേജ് പഠിച്ച് ഞാൻ ഡയറക്റ്റ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ല, ക്വസ്റ്റ്യൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് നമ്മളിപ്പോ പക്ഷെ നമ്മളിപ്പോ നഴ്സിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ പോലെയാണല്ലോ. നമുക്കിപ്പോ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്ന പോലെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോമ്പൻസേഷന്റെ വർക്കും ഉണ്ടാവും. അപ്പോൾ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം സാലറിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി വ്യത്യാസമുണ്ട്. നമുക്ക് ഫിനാൻഷ്യലി ഒരുപാട് നമ്മുടെ പാരന്റ്സിനെയും നമ്മുടെ ഫാമിലിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നാട്ടിലത്തെ പോലത്തെ ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്.
സ്ട്രെസ് ഞങ്ങളുടെ ഒരു പ്രൊഫഷൻ ഇതായതുകൊണ്ട് സ്ട്രെസ് ഓൾറെഡി ഉണ്ടാവും. ഏത് നമ്മുടെ പ്രൊഫഷൻ ഇതാണ്, അത് എവിടെ പോയാലും മാറുന്നില്ല. പക്ഷെ അറ്റ്മോസ്ഫിയർ വേറെയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇതിനെ കുറിച്ചാണ് കേട്ടോ. ഇപ്പൊ ഒരു നഴ്സ് എക്സ്ട്രാ ഡ്യൂട്ടി ഒന്നും എടുക്കണില്ല, സാധാരണ ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ടുള്ള ആ ഡ്യൂട്ടി മാത്രം എടുത്തിട്ട് ഏകദേശം ഒരു നഴ്സിന് എത്ര സാലറി കിട്ടും? ഏകദേശം അത് ബേസിക് സാലറി നമ്മുടെ ഫ്ലേക്ക് സ്റ്റൂഫ് അനുസരിച്ച് കൂടും. ഒരു 2500 തൊട്ട് നമുക്ക് ബേസിക് സാലറി വരും. അതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ എക്സ്ട്രാ ഡ്യൂട്ടി എടുത്തില്ലെങ്കിലും നമ്മൾ മോർണിംഗും ഈവനിങ്ങും ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ തന്നെ ഷിഫ്റ്റ് എക്സലൻ എന്ന് പറയും. അതായത് നമ്മൾ നമ്മൾ 2 ഡ്യൂട്ടി മാറി എടുക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു പൈസ നമുക്ക് കയറും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2500 തൊട്ട് നമ്മുടെ സാലറി കൂടും. അതനുസരിച്ച് നമ്മുടെ ഗ്രാഡും ഫ്ലേക്ക് സ്റ്റൂഫ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സാലറിയും കൂടും. അതനുസരിച്ച് എല്ലാം നമുക്ക് ഇൻക്രീസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ 2500 തൊട്ട് ഏകദേശം ഒരു 3000. അതിപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ICU സ്റ്റാഫ് ആണെങ്കിൽ 3500 3600 കയ്യില് നമ്മുടെ നെറ്റോ കിട്ടുന്നവരുണ്ട്. അപ്പൊ ഇപ്പൊ ഈ 2500 എന്ന് പറയുന്നത് നെറ്റോ ആണ്, ബ്രൂട്ടോ അല്ല നെറ്റോ ആണ്. നെറ്റോ ആണ്, അത് എടുത്ത് പറയണല്ലോ, മനസ്സിലായി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഒരാള് ഇപ്പൊ നഴ്സാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു നഴ്സായിട്ട് ഒരാൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന ആൾക്ക് ചിലപ്പോ ആള് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോബ് ചിലപ്പോൾ ഇവിടെ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. ലാംഗ്വേജ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരിക്കും, ലാംഗ്വേജ് പഠിക്കാൻ പോകേണ്ടി വരുമായിരിക്കും. അപ്പൊ 1-2 വർഷം സമയം എടുക്കുമായിരിക്കും. അപ്പൊ ഒരു സമയത്തിൽ ഒരാൾ മാത്രമായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരാൾ മാത്രം, ഒരു നഴ്സ് ഒരാൾ മാത്രം വർക്ക് ചെയ്യുക, രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന ആൾക്ക് നഴ്സിന്റെ ആ ഒരു ആളുടെ സാലറി വെച്ചുകൊണ്ട് മാത്രം ഇവിടെ ജീവിക്കാൻ പറ്റുമോ? അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സിറ്റീനെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ സാലറി പോകുന്നത് ഇവിടുത്തെ വീടിന്റെ വാടകയിലാണ്. ഇപ്പൊ നമുക്ക് ചില സ്ഥലത്ത് നമുക്ക് ചെറിയ വാടകയ്ക്ക് വീട് കിട്ടും, ചില സ്ഥലത്ത് നമുക്ക് ചെറിയ വാടകയ്ക്ക് വീട് കിട്ടില്ല. ഞാൻ പറയുകയാണെങ്കിൽ ജീവിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് സേവിങ്സ് ഉണ്ടായിരിക്കില്ല. രണ്ടുപേരും വർക്ക് ചെയ്താലാണ് നമുക്ക് സേവിങ്സ് ഉണ്ടായിരിക്കുക. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ കിൻഡർഗൾഡും ഇതൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ജീവിച്ചു പോവാം. നമുക്ക് അധികം ആർഭാടങ്ങളില്ലാതെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും, പക്ഷെ സേവിങ്സ് ഉണ്ടാവില്ല. അതുപോലെ ഇപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്ന സിറ്റി അനുസരിച്ച് നമുക്ക് സാലറി കൂടുതൽ കിട്ടും. ഞാൻ മുമ്പ് നിന്ന സിറ്റിനേക്കാളും എനിക്ക് ഇവിടെ സാലറി കൂടുതലുണ്ട്. അതൊരു വില്ലേജ് ആയതുകൊണ്ട് അതുപോലെ അവിടെ ചെലവും കുറവാണ്, അവിടെ റെന്റും കുറവായിരിക്കും. ഇവിടെ എല്ലാം കൂടുതലാണ്, അതുപോലെ സാലറിയും കൂടുതൽ. ശരിയാ, നമ്മൾ വലിയ സിറ്റിയിൽ പോവാണെന്ന് സാലറി കൂടുതൽ കിട്ടും, പക്ഷെ റെന്റ് അതിനനുസരിച്ച് പോവും. അപ്പൊ ഇവിടെ ഇത്തിരി റെന്റ് കുറച്ച് കുറവായിരിക്കും. ഇതിനേക്കാൾ വില്ലേജ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതിനേക്കാൾ റെന്റ് ഇനിയും കുറവായിരിക്കും, സാലറി അതിനനുസരിച്ച് കുറച്ച് കുറവായിരിക്കും. വലിയ വ്യത്യാസങ്ങളൊന്നും ലാസ്റ്റ് ആവുമ്പോ ഉണ്ടായിരിക്കില്ല. അങ്ങനെ പിന്നെ എനിക്ക് അതുപോലെ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരിവിടെ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് സാന്ദ്രയൊക്കെ വന്ന പോലെ BSc നഴ്സിംഗ് കഴിഞ്ഞ് വരുന്നവരുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരേ ഡ്യൂട്ടീസും അതുപോലെ തന്നെ ഒരേ സാലറി ഒക്കെയാണ്. അല്ല BSc നിങ്ങൾ കഴിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മുൻഗണനയോ അങ്ങനെ എന്തെങ്കിലും BSc നഴ്സ് അങ്ങനെ ഒരു ഇതില്ല. നാട്ടിൽ നിന്ന് GNM പഠിച്ചു വന്നാലും അവർ GNM ആണ് നമ്മൾ അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ ഇല്ല. GNM പഠിച്ചാലും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ പഠിച്ച് വരുന്ന കുട്ടികൾക്ക് ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ് ഡയറക്റ്റ് കയറാൻ. കാരണം അവർ ഇവിടുത്തെ മെഡിക്കൽ ടേംസ് ഒക്കെ ഇവിടുത്തെ ലാംഗ്വേജിൽ പഠിച്ചിട്ടാണ് വരുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് ലാംഗ്വേജ് പഠിച്ചിട്ട് വന്നാൽ നമ്മൾ മെഡിക്കൽ ടേംസ് ഞാൻ പഠിച്ചിട്ടല്ല വന്നത്. അതുകൊണ്ട് ഫസ്റ്റ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പഠിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലാതെ ഡ്യൂട്ടീസ് അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം ഡ്യൂട്ടീസ് തന്നെ. പിന്നെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മുടെ ഫ്ലേക്ക് സ്റ്റൂഫ് കൂടും, അല്ലാതെ വേറെ സാലറിയും ഒന്നും വ്യത്യാസമില്ല. തുടക്കത്തിൽ എനിക്ക് കിട്ടിയ സാലറി തന്നെയാണ് അവർക്കും തുടക്കത്തിൽ കിട്ടുന്നത്. പിന്നെ ചിലപ്പോ ഇപ്പോ നമുക്കറിയാം വർഷങ്ങൾ കൂടുന്തോറും നഴ്സസിന്റെ ബേസിക് സാലറി കൂട്ടുന്ന അനുസരിച്ച് ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന ആ സമയത്ത് ബേസിക് സാലറി മാറുന്നതനുസരിച്ച് കിട്ടും. അത്രയ്ക്കുള്ള വേറെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലായാലും. അപ്പൊ ആ ഒരു ഡൗട്ട് നിങ്ങളുടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ സാന്ദ്ര ഇവിടെ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ മലയാളീസ് ഉണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്നിടത്തുണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പോ ജർമ്മൻസ് എല്ലാവരും ഉണ്ടോ? എല്ലാ കൺട്രിയിലുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു റേസിസം പോലെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പൊ നമ്മളുള്ളത് ഇപ്പൊ ബ്രേമനിലാണ്. ഇവിടെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വന്ന സമയത്ത് ഞാൻ നിന്നത് ജർമ്മനിയുടെ റേസിസം ഉള്ള ഒരു ഭാഗത്തായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എനിക്ക് കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്നവരുടെ നിന്നല്ല, പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന്, കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ പേഷ്യൻസ് ഇപ്പൊ നമ്മൾ ഇന്ത്യൻസ് ആണ് അല്ലെങ്കിൽ വേറൊരു കൺട്രിയിൽ നിന്നുള്ള ആള് വരുമ്പോ അവര് ഒന്നും
അവരിപ്പോ ഞാൻ മെഡിസിൻ കൊടുത്തപ്പോൾ കുറെ പേർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്റെ കയ്യിൽ നിന്ന് മെഡിസിൻ കഴിക്കാനായിട്ട്. കാരണം പക്ഷെ ആ ഒരു ഏരിയ അങ്ങനെ ഒരു ഏരിയ ആയിരുന്നു. കാരണം അവിടെ ആകെ ഒരു മലയാളി ഉണ്ടായത് ഞാനായിരുന്നു അവിടുത്തെ ആദ്യത്തെ മലയാളി. അപ്പൊ നമുക്കറിയാം മലയാളികൾ എല്ലാവരും ഉണ്ടെന്നാണ് നമ്മൾ പറയാം. പക്ഷെ ഞാൻ നിന്ന സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നില്ല, ഞാനായിരുന്നു. അപ്പൊ അവിടെ അത്രയും ഒരു വില്ലേജ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പുറത്തുനിന്നുള്ള ആൾക്കാർ വളരെ കുറവ്, ജർമ്മൻസ് മാത്രമുള്ള ഒരു ഏരിയ ആയിരുന്നു. പിന്നെ ജർമ്മനിയുടെ ഒരു ഭാഗത്ത് ഇപ്പോഴും റേസിസ്റ്റ് പരിപാടികൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു ഇത്. അവിടെ നിന്ന് കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. അപ്പൊ ഫീലായോ ഫീലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ എനിക്ക് ഫീലായി. പക്ഷെ ഞാനത് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ അവര് തന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് സോറി ഒക്കെ പറയും അങ്ങനെ. കാരണം നമ്മൾ നിക്കണ അനുസരിച്ചിട്ടിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇവിടെ നഴ്സിംഗ് കഴിഞ്ഞതിന് നഴ്സാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു സാന്ദ്രയ്ക്ക് ഇപ്പൊ തോന്നുകയാണ് എനിക്ക് കുറച്ചും കൂടിയും എന്റെ ജോബ് ഒന്ന് കുറച്ച് മെച്ചപ്പെടുത്തണം എന്ന് തോന്നി, എന്തെങ്കിലും മാസ്റ്റേഴ്സ് പോലെ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുണ്ട്. അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യും. അവർ തന്നെ നമുക്ക് വേണ്ടി പേ ചെയ്തിട്ട് നമ്മൾ കോഴ്സ് അവർ പഠിപ്പിക്കും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വൈറ്റൽ ബിൽഡിംഗ് ചെയ്യാനായിട്ട്. ഇവിടെ പാലിയേറ്റീവ് കെയർ, അതുപോലെ പ്രാക്ടീസ് ആൻഡ് ലൈറ്റിങ്, അതുപോലെ വുണ്ട് മാനേജ്മെന്റ്, അങ്ങനെ അതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവരാണ് പേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യണതിന്റെ കൂടെ നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. ഓൺലൈനിലായിട്ട് നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. കോസ്റ്റ് ലോസ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ പക്ഷെ നമ്മൾ അവിടെ നിന്ന് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുക്കണം, ഇത്ര നാള് നമ്മുടെ അവരെ നിൽക്കുന്നുള്ളത് അവരുടെ ഇതില്. ഇനിയിപ്പോ നമുക്കിപ്പോ 2 വർഷം ഒന്നും വേസ്റ്റ് ചെയ്യാനില്ല എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ഫോർട്ട് ബിൽഡിങ്ങുകൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമുക്ക് ഫോർട്ട് അത്ര അധികം നാള് നീണ്ടു നിൽക്കുന്നതല്ലോ ഫോർട്ട് ബിൽഡിംഗ്. ഇപ്പൊ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങനെയൊക്കെയുള്ള ഫോർട്ട് ബിൽഡിങ്ങുകൾ ചെയ്യാനും ഇവിടെ അവസരങ്ങളുണ്ട്. അതും നമ്മുടെ വർക്ക് ചെയ്യുന്ന അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പൊ ഇവിടെ ഓൾഡ് ഏജ് ഹോമില് ഇപ്പൊ നഴ്സുമാർക്ക് എന്തെങ്കിലും സാലറി അല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓരോ ഹോസ്പിറ്റലും ഓരോ ഓൾഡ് ഏജ് ഹോം അനുസരിച്ച് ബെനിഫിറ്റുകൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഇപ്പൊ നമുക്ക് ഇവിടെ 49 യൂറോന്റെ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ അവര് പേ ചെയ്യുന്നത് അവരാണ്. അതുപോലെ ഈ 49 യൂറോയും ഇല്ല, അതിന്റെ ഹാഫ് അവര് പേ ചെയ്യും, ഇത്ര പെർസെന്റേജ് നമ്മൾ പേ ചെയ്യും. അതുപോലെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് വീട്, നമുക്ക് ഇവിടെ പുതിയൊരു കൊളീഗ് ഇവിടെ വരുമ്പോ അവർക്ക് വീട് നോക്കാനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഓൾഡ് ഏജ് ഹോംമാര് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഞങ്ങൾക്കിപ്പോ പുതിയൊരു സിസ്റ്റം വന്നത് ജോബ് റാഡ്. അതായത് നമുക്കിവിടെ വർക്ക് ചെയ്യുന്ന കൊളീഗിനും ആളുടെ പാർട്ട്ണർക്കും ഇവിടെ നിന്ന് നമുക്ക് ജോബ് റാഡ് കൊടുക്കും. അതായത് നമ്മുടെ സൈക്കിൾ ഇവിടെ നിന്ന് ഇവര് പ്രൊവൈഡ് ചെയ്യും. 2 പേർക്കും പാർട്ട്ണർക്കും. ഇപ്പൊ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കും കൊടുക്കും. അപ്പൊ ഇതിന്റെ ഇത്ര പെർസെന്റേജ് നമ്മുടെ സാലറിന്ന് പിടിക്കും. ബാക്കി പകുതി അവരടയ്ക്കും. നല്ല സിസ്റ്റം. പിന്നെ ചില ഹോസ്പിറ്റലുകളിലും ചില ഓൾഡ് ഏജ് ഹോമുകളിലും ഫിറ്റ്നസിന്റെ കാർഡ് കൊടുക്കും, സ്വിമ്മിങ്ങിന്റെ കാർഡ് കൊടുക്കും. അങ്ങനെ അവര് പേ ചെയ്യും, അല്ല ഒരു പെർസെന്റേജ് അവര് പേ ചെയ്യും, ബാക്കി നമ്മള്. അല്ലെങ്കിൽ ചില ഫിർമകളിലൊക്കെ ഒരു കാർഡ് കൊടുക്കും. അപ്പൊ നമുക്ക് പൈസ ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ പോയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇത് കേട്ടിട്ടുണ്ട് കേട്ടോ. UK എന്റെ ഒരു കസിൻ ഉണ്ട്. അപ്പൊ അവള് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവള് നഴ്സാ. അപ്പൊ അവള് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തോ ഇങ്ങനെ ഈ മെഗ്ഡി ഒക്കെ ഉണ്ടല്ലോ, അവിടെ എന്തോ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്തോ ഒരു ഇളവൊക്കെ ഉണ്ടെന്ന് അവിടെ നിന്ന് വാങ്ങാം. അങ്ങനത്തെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഞങ്ങൾ എക്സ്ട്രാ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാലറി അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ ഞങ്ങൾക്ക് പോയിന്റുകൾ കയറും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഓരോ കടകൾ, ഇവിടുത്തെ എല്ലാ കടകളും ഉണ്ട്. ആൾഡിയിലും റോസ്മാൻ ആയാലും C&A ആയാലും എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഡ്രസ് വാങ്ങിക്കാൻ പറ്റും. ഗുഡ് ഷൈൻ പോലെ കിട്ടിയിട്ട് ആ പോയിന്റ് അനുസരിച്ചിട്ട്. അങ്ങനെ കുറെ ബെനിഫിറ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം പ്രഗ്നന്റ് ആയി എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എത്രാമത്തെ മാസം തൊട്ടാണ് നമുക്ക് ലീവ് എടുക്കാൻ പറ്റുക? സാധാരണ കൊറോണയുടെ സമയത്തൊക്കെ ഇവിടെ റൂൾ ഉണ്ടായിരുന്നു, ഗർഭിണി ആയി കഴിഞ്ഞാൽ നമുക്ക് ആർബൈറ്റ് ഫെർബോട്ടൻ ആണ്. നമുക്ക് ജോലി ചെയ്യാൻ തൊട്ട് നമ്മൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ തൊട്ട് നമ്മൾ ജോലി ചെയ്യാൻ പാടില്ല. പക്ഷെ ഇപ്പൊ കൊറോണയൊക്കെ മാറി റൂൾസ് ഒക്കെ ഇത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഡോക്ടറുടെ കയ്യിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ലെറ്റർ കിട്ടിയാൽ നമുക്ക് വർക്ക് ചെയ്യണ്ട. നമുക്ക് നോർമൽ സാലറി, ഇപ്പൊ നമ്മുടെ സൂഷ്യലാഗൊക്കെ പോവും. അതായത് നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഡ്യൂട്ടി മാറുന്നത്, അതൊക്കെ മാറിയിട്ട് നമുക്ക് നമ്മുടെ ബേസിക് സാലറി നമ്മുടെ കയ്യിൽ കിട്ടും. പക്ഷെ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് സാലറി കുറയും. കാരണം നമുക്ക് അപ്പുറത്ത് കിൻഡർ ഗൈഡ് കിട്ടുന്നത് കൊണ്ട് ആ പെർസെന്റേജ് കുറച്ചിട്ടുള്ള സാലറി നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ. ഇപ്പോ നമ്മുടെ ഡെലിവറി ആയി കഴിഞ്ഞതിന് ശേഷം എത്ര മാസം വരെ നമുക്ക് ലീവ് എടുക്കാം? ഈ പെയ്ഡ് ലീവ് കിട്ടോ? പെയ്ഡ് ലീവ് എനിക്ക് തോന്നുന്നു അത് ഡിപ്പെൻഡന്റ് അപ്പോൺ ദ ഹോസ്പിറ്റൽ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് 2-2.5 വർഷം വരെ
അത്രയും എടുക്കാം. അപ്പൊ ഈ പറഞ്ഞ പെർസെന്റേജ് സാലറി ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് ഇത്ര പെർസെന്റേജ് വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ നമുക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇപ്പൊ ഡോക്ടർ നമുക്ക് ലെറ്റർ തന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുവിധം മാക്സിമം ഡോക്ടേഴ്സ് തരും. ഇപ്പൊ തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യണ്ട. അത് ഓൾറെഡി നമ്മൾ ചെയ്യില്ല. നമ്മൾ കുറച്ച് മണിക്കൂറേ ചെയ്യുള്ളൂ. അതും നമ്മൾ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഭാരപ്പെട്ട ഒരു പണി നമ്മൾ ചെയ്യിപ്പിക്കില്ല. അതുപോലെ ഇപ്പൊ ഡോക്ടർ ലെറ്റർ തരുവാണെങ്കിൽ നമുക്കിപ്പോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ മാക്സിമം ഇവിടുത്തെ എല്ലാ ഡോക്ടേഴ്സും ആ കാര്യത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. നമ്മൾ പറഞ്ഞാൽ നമുക്ക് അവര് ആ ലെറ്റർ എഴുതി തരും. കാരണം കുട്ടികൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രിയാണിത്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് സാന്ദ്രയുടെ അടുത്ത് ചോദിച്ചു. സാന്ദ്ര നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആൻസേഴ്സ് ഒക്കെ തന്നു കേട്ടോ. പിന്നെ ഇത്രയും വിലപ്പെട്ട വിവരങ്ങളെല്ലാം തന്നതിന് സാന്ദ്രയ്ക്ക് എൻ്റെ വലിയൊരു താങ്ക് യു സോ മച്ച്. സാന്ദ്ര ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ തന്നെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.